ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി എൻ്റെ കേരളം എന്നുള്ള പാഠം മുഴുവനായി എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ പാഠമാണ്. പാഠത്തിൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, ഒരു കഥയായാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരാണ്? ചാച്ചാജി അല്ലേ? നമ്മൾ നവംബർ 14 ചാച്ചാജിയുടെ പിറന്നാൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. അന്ന് കുട്ടികൾക്ക് മിഠായി തരും, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ വരും അല്ലേ? നമ്മൾ നന്നായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ചാച്ചാജിയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ചാച്ചാജി. ഗാന്ധിജിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിലെല്ലാം പങ്കെടുത്ത് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഈ ജവഹർലാൽ നെഹ്റു, നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് കഥയായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ? ആ ചാച്ചാജിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നല്ല രസമുള്ള ഒരു കഥയാണ്, വലിയ സന്ദേശം പകർന്നു നൽകുന്ന കഥയാണ്. അപ്പം നമുക്ക് ആദ്യം കഥയിലേക്ക് പോവാം. മോഷണത്തിന് ലഭിച്ച ശിക്ഷ. പാഠത്തിൻ്റെ പേരെന്താണ്? മോഷണത്തിന് ലഭിച്ച ശിക്ഷ. ഞാൻ കഴിഞ്ഞ വർഷം ഈ പാഠം എടുക്കുന്ന സമയത്ത് മോഷണത്തിന് ലഭിച്ച ശിക്ഷ എന്ന പേര് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളൊക്കെ ചോദിച്ചിരുന്നു, ചാച്ചാജി മോഷ്ടിച്ചിട്ടുണ്ടോ? ചാച്ചാജി മോഷ്ടിച്ച് ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ ആള് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പാഠം മുഴുവനായി വായിക്കുമ്പോൾ അദ്ദേഹത്തിനോട് നമുക്കുള്ള ബഹുമാനം കൂടുകയുള്ളൂ, കുറയില്ല. നമുക്ക് തുടങ്ങാം. അപ്പം എന്തോ മോഷ്ടിച്ചിട്ടുണ്ട്, അതിന് ലഭിച്ച ശിക്ഷയാണ് ഈ കഥയിൽ പറയുന്നതെന്ന് മനസ്സിലായി കാണും. ബാല്യകാലത്ത് ഒരിക്കൽ മോഷണ കുറ്റത്തിന് ജവാഹർ പിതാവിൻ്റെ കയ്യിൽ നിന്ന് കനത്ത ശിക്ഷ വാങ്ങിയിട്ടുണ്ട്. എന്താ പറയണത്? കുട്ടിക്കാലത്ത് ഒരിക്കൽ ചാച്ചാജി പിതാവിൻ്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ചതിന് എന്തോ കാര്യം മോഷ്ടിച്ചതിന് വലിയ ശിക്ഷ വാങ്ങിയിട്ടുണ്ട്, കടുത്ത ശിക്ഷ വാങ്ങിയിട്ടുണ്ട്. പിതാവ് മോത്തിലാൽ ആയിരുന്നു ജവാഹറിന്റെ മാർഗദർശി. ആരായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ മാർഗദർശി എന്ന് പറഞ്ഞ വഴികാട്ടി ആരായിരുന്നു? പിതാവായ മോത്തിലാൽ ആയിരുന്നു. മോത്തിലാൽ നെഹ്റുവിന്റെ മകനാണ് നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റു. അപ്പൊ മോത്തിലാലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വഴികാട്ടി. പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതമായിരുന്നു മോത്തിലാലിൻ്റെത്. ചാച്ചാജിയുടെ അല്ല കേട്ടോ, ചാച്ചാജിയുടെ അച്ഛന്, അതായത് അച്ഛനായ മോത്തിലാൽ നെഹ്റുവിന് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ശുദ്ധ ഹൃദയനെങ്കിലും മുൻശുണ്ടിയുള്ളത് മൂലം എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു. പക്ഷെ ഇദ്ദേഹം കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമായിരുന്നു മോത്തിലാലിൻ്റെത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമായിരുന്നു, യാതൊരു തെറ്റും ചെയ്യാത്ത നല്ല മനുഷ്യനായിരുന്നു. മുൻശുണ്ടിയുള്ളത് മൂലം, മുൻകോപമുള്ളത് മൂലം എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു. ചാച്ചാജിയല്ല, ചാച്ചാജിയുടെ അച്ഛനെ എല്ലാവർക്കും ഭയമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വരുന്നതുകൊണ്ട് ചീത്തയൊക്കെ പറയും, എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ലതായിരുന്നു. ശാസിക്കേണ്ടവരെ ശാസിക്കും, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കും. മോഷ്ടാക്കളോടും നുണ പറയുന്നവരോടും അദ്ദേഹത്തിന് അങ്ങേയറ്റം വെറുപ്പായിരുന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു? മോത്തിലാൽ നെഹ്റു എങ്ങനെയായിരുന്നു? ശാസിക്കേണ്ടവരെ, വഴക്കു പറയേണ്ടവരെ വഴക്കു പറയും, ശിക്ഷ കൊടുക്കേണ്ടവരെ ശിക്ഷിക്കുകയും ചെയ്യും. പിന്നെ മോഷ്ടാക്കള്, അതായത് കള്ളം പറയുന്നവരോടും കട്ട് നടക്കുന്നവരോടൊക്കെ അദ്ദേഹത്തിന് അങ്ങേയറ്റം വെറുപ്പായിരുന്നു. നുണ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമേ അല്ലായിരുന്നു. ചാച്ചാജിയുടെ അച്ഛനായ മോത്തിലാൽ നെഹ്റുവിന് നുണ പറയുന്നത് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം അച്ഛൻ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് ജവാഹർ അച്ഛൻ്റെ മുറിയുടെ മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു.
ഒരു ദിവസം അച്ഛനായ മോത്തിലാൽ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ചാച്ചാജി അച്ഛന്റെ മുറിയുടെ മുന്നിലൂടെ കടന്നുപോയി. അത് കൂടെ അങ്ങനെ പോവുമായിരുന്നു. കതകുകൾ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ആ ബാലൻ കൗതുകപൂർവം അകത്തേക്കൊന്ന് പാളി നോക്കി. അദ്ദേഹത്തിന്റെ വീട് വലിയ വീടാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛന് വർക്ക് ചെയ്യാൻ ഒരു റൂം, കിടക്കാൻ മറ്റൊരു റൂം, അങ്ങനെ ഒരുപാട് മുറികൾ ഉണ്ടായിരുന്നു വീട്ടില്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു റൂം ഉണ്ടായിരുന്നു, ഒരു മുറി ഉണ്ടായിരുന്നു. അതെപ്പോഴും അദ്ദേഹം പൂട്ടിയിട്ടാണ് പുറത്തേക്കൊക്കെ പോവുക. ആരും അതിനുള്ളിൽ കടന്ന് സാധനങ്ങളൊന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസം അച്ഛൻ മുറിയുടെ കതകുകൾ തുറന്നിട്ടിട്ടാണ് പോയത്. ആ ബാലൻ അകത്തേക്കൊന്ന് പാളി നോക്കി. ആ ബാലൻ ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് നോക്കി. ജവാഹറിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. പെട്ടെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നുപോയി. മേശപ്പുറത്തെ പെൻ സ്റ്റാൻഡിൽ സ്വർണ്ണ നിറമുള്ള ടോപ്പുകളോട് കൂടിയ 2 പേനകൾ. മേശപ്പുറത്ത്, അച്ഛന്റെ മേശപ്പുറത്ത് ഒരു പെൻ സ്റ്റാൻഡ്, പെന്നൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡില് സ്വർണ്ണ നിറമുള്ള ഗോൾഡൻ കളർ ആയിട്ടുള്ള ടോപ്പുകളോട് കൂടിയ 2 പേനകൾ ഉണ്ടായിരുന്നു. കൊച്ചു നെഹ്റുവിന് ആ പേനകൾ ഒന്നിൽ നോട്ടമുണ്ടായിരുന്നു. അവൻ ആള് ചില്ലറക്കാരനല്ല. അപ്പം മുമ്പ് അച്ഛൻ്റെ ഈ പേന കണ്ടിട്ടുണ്ട്. അപ്പം തന്നെ അവന് മോഹം ഉണ്ടായിരുന്നു ഈ പേന സ്വന്തമാക്കണം. ചിലപ്പോഴെല്ലാം ആ ബാലൻ സ്വയം ചോദിക്കുമായിരുന്നു, ചിലപ്പോൾ കൊച്ചു നെഹ്റു സ്വയം ചോദിക്കുമായിരുന്നു, എന്തിനു വേണ്ടിയാണ് അച്ഛൻ 2 പേനകൾ സൂക്ഷിക്കുന്നത്? എന്തിനാ അച്ഛന് 2 പേന? എഴുതുവാൻ ഒരു പേനയല്ലേ ആവശ്യമുള്ളൂ, എഴുതാൻ ഒരു പേന പോരെ? ശരിയാണ് അല്ലേ മക്കളെ? ന്യായമായ സംശയം. എങ്കിലും പിതാവിനോടുള്ള പേടി മൂലം ജവാഹർ പേനയോടുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് പേന ആവശ്യമായിരുന്നു. ആ പേനയിൽ വലിയ ഒരു നോട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛനോടുള്ള ഭയം മൂലം പറയാൻ പേടിയായിരുന്നു. അച്ഛൻ എന്തിനാ 2 പേന, എനിക്കൊരു പേന തന്നൂടെ എന്ന് ചോദിക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ചോദിച്ചില്ല. ഇതാ നല്ലൊരവസരം, അത് പാഴാക്കിക്കൂടാ. രണ്ടും കൽപ്പിച്ച് ജവാഹർ ഒരു പേനയെടുത്ത് ഓടി മറഞ്ഞു. എന്തായാലും അച്ഛൻ മുറി തുറന്നിട്ടിട്ടുണ്ട്, ആ പേന എനിക്ക് വേണം എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു വേഗം പേന എടുത്ത് മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു അവിടെ നിന്ന്. വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയ മോത്തിലാൽ പേന കാണാതെ വീട് മുഴുവൻ അന്വേഷണമായി. സാധാരണ ഒരു പേന പോയാൽ ആരും ഇത്രയധികം അന്വേഷിക്കില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് വിലപ്പെട്ട ഒരു പേനയായിരുന്നു നഷ്ടമായത്. അച്ഛനായ മോത്തിലാൽ വീട് മുഴുവനും അന്വേഷണമായി. ജവാഹർ ഒന്നും അറിയാത്ത പോലെ നിശബ്ദനായിരുന്നു. നെഹ്റു എന്തു ചെയ്തു? ഒന്നും അറിയാത്ത പോലെ, ചാച്ചാജി ഒന്നും അറിയാത്ത പോലെ മിണ്ടാതിരുന്നു. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിലും അച്ഛൻ്റെ ശിക്ഷയെ ഭയന്ന് അവന് കുറ്റമേറ്റു പറയാൻ ധൈര്യമില്ലാതെ പോയി. താൻ ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ തന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് കുറ്റമേറ്റു പറയാതെ മിണ്ടാതിരുന്നു. ഒടുവിൽ മോഷണം പോയ പേന കുറ്റവാളിയിൽ നിന്ന് തന്നെ മോത്തിലാൽ കണ്ടെടുത്തു. മോഷണം പോയ പേന ആരിൽ നിന്നാണ് കണ്ടെടുത്തത്? ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് തന്നെ കണ്ടെടുത്തു. കുറ്റവാളി ഇപ്പം ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിൽ നിന്നും തന്നെ കണ്ടെടുത്തു. കോപാന്തനായി തീർന്ന ആ പിതാവ് തടിച്ച ഒരു ചൂരൽ കയ്യിലെടുത്ത് ജവാഹറിനെ പൊതിരെ തല്ലി. കോപാന്തൻ, കോപത്താൽ കണ്ണു കാണാത്ത ആള്, ദേഷ്യം വന്ന് കണ്ണൊന്നും കാണാനില്ല എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് അച്ഛന് കണ്ണാണ്, ദേഷ്യം വന്നിട്ട് മകനാണെന്നുള്ള ബോധമൊന്നും ഇല്ലാണ്ട് ചൂരൽ കയ്യിലെടുത്ത് പൊതിരെ തല്ലി. അടിയുടെ പാടുകൾ അവന്റെ കാലുകളിൽ തെളിഞ്ഞു കിടന്നു. നല്ല അടി കിട്ടി. കൊച്ചു നെഹ്റുവിന്റെ കാലുകളിൽ പാടുകളും വന്നു. വേദനയും അപമാനവും സഹിക്കാനാവാതെ ആ ബാലൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് മാതാവിന്റെ അടുക്കലേക്ക് ഓടിയെത്തി. നമ്മൾ എന്ത് ചെയ്യും? അച്ഛൻ്റെ അടുത്ത് നിന്ന് നല്ല കിട്ടിയ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവും, അമ്മയുടെ അടുത്ത് നിന്നാണ് കിട്ടുന്നതെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോവും അല്ലേ? നെഹ്റുവും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ നെഹ്റുവിന് ഒത്തിരി സങ്കടാവാൻ കാരണം വീട്ടിലുള്ള ജോലിക്കാരുടെ എല്ലാവരുടെ മുന്നിലിട്ടാണ് അച്ഛൻ തല്ലിയത്. അതുകൊണ്ടാണ് നെഹ്റുവിന് ഒരുപാട് സങ്കടമായത്. വാവിട്ട് നിലവിളിച്ചുകൊണ്ട് മാതാവിന്റെ അടുക്കലേക്ക് ഓടിയെത്തി, അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഗദ്ഗത കണ്ഠനായി മാതാവിനോട് പറഞ്ഞു. ഗദ്ഗത കണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടറിയ തൊണ്ടയോട് കൂടിയ ശബ്ദത്തോട് കൂടിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു പേന എടുത്തതിനല്ലേ അച്ഛൻ എന്നെ ഇത്ര അധികം തല്ലിയത്? അച്ഛന് എന്നോട് ഒട്ടും ഇഷ്ടമില്ല. എന്താ പറയണേ? അമ്മേ, ഒരു പേന എടുത്തതിന് അച്ഛൻ എങ്ങനെ തല്ലിയില്ലേ? അച്ഛൻ എന്നോട് ഒട്ടും ഇഷ്ടമില്ല.
അരുത് മകനെ, അങ്ങനെ പറയരുത്. അച്ഛന് നിന്നെ വലിയ ഇഷ്ടമാണ്. മോഷ്ടിക്കുന്നതും കള്ളം പറയുന്നതും നല്ല സ്വഭാവമല്ല, അത് ചീത്ത കുട്ടികളുടെ ലക്ഷണമാണ്. മോൻ നന്നാവാനാണ് അച്ഛൻ ശിക്ഷിച്ചത്. ആ അല്ല മകനെ, അങ്ങനെയൊന്നും പറയരുത്. നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അച്ഛൻ നിന്നെ തല്ലിയത്. അച്ഛന് നിന്നെ വലിയ ഇഷ്ടമാണ്. പക്ഷേ മോഷ്ടിക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. അത് രണ്ടും നല്ല സ്വഭാവമല്ല. നമ്മൾ മോഷ്ടിക്കാൻ പാടൂ മക്കളെ? മോഷ്ടിക്കാൻ പാടില്ല. നുണ പറയാൻ പാടൂ? നുണ പറയാനും പാടില്ല അല്ലേ? അത് ചീത്ത കുട്ടികളുടെ ലക്ഷണമാണ്. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കാണ്, നുണ പറയുന്നതും മോഷ്ടിക്കുന്നതും ചീത്ത കുട്ടികളുടെ ലക്ഷണമാണ്. മോൻ നന്നാവാനാണ് അച്ഛൻ ശിക്ഷിച്ചത്. അച്ഛൻ എന്തിനു വേണ്ടിയാ ശിക്ഷിച്ചത്? മകൻ നന്നാവാൻ വേണ്ടിയല്ലേ. അച്ഛനമ്മമാര് തല്ലുന്നത് എന്തിനാ? നമ്മൾ നല്ല കുട്ടികളാവാൻ വേണ്ടിയിട്ട്. നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആരും തല്ലില്ല അല്ലേ? മോശം പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് തല്ലൊക്കെ കിട്ടുക. ഇനി ഒരിക്കലും എൻ്റെ പൊന്നുമോൻ കളവ് ചെയ്യുകയോ കള്ളം പറയുകയോ അരുത്. ഇനി മകൻ എന്ത് ചെയ്യണം? ഒരിക്കലും നുണ പറയരുത്, കള്ളം പറയരുത്, കളവ് ചെയ്യരുത്. അമ്മ മകനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. അമ്മ പറയുന്നത് കേട്ടപ്പോൾ മകന് മനസ്സിലായി, ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ല. ജവഹർലാൽ നെഹ്റു എന്തു പറഞ്ഞു? ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കുകയില്ല. കണ്ണീരിന്റെ നനവ് പടർന്ന തൻ്റെ കൊച്ചുമുഖം അമ്മയുടെ സാരി തലപ്പ് കൊണ്ട് തുടച്ച് ആ കൊച്ചു ബാലൻ പറഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് അദ്ദേഹം അന്ന് പ്രതിജ്ഞ എടുത്തു. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും ആ പ്രവൃത്തി വീണ്ടും ചെയ്തിട്ടില്ല. അതിനുശേഷം ജവഹർലാൽ നെഹ്റു എത്ര വലിയവനായി തീർന്നു അല്ലേ? അപ്പൊ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശം, അച്ഛനും അമ്മയും തല്ലുന്നത് നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണ്. മോശം പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് തല്ല് കിട്ടുള്ളൂ. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മോഷ്ടിക്കുന്നതും നുണ പറയുന്നതും വളരെ വലിയ തെറ്റാണ്. നമ്മളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം അല്ലേ? നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ജവഹർലാൽ നെഹ്റുവിനെ പോലെയൊക്കെ വലിയ വലിയ ആളുകളായി മാറുകയാണ് വേണ്ടത്. കഥ ഇഷ്ടമായോ മക്കളെ? ഇനി അടുത്ത ക്ലാസ്സിൽ മിസ് ഇതൊന്ന് വായിക്കാൻ പഠിപ്പിച്ചു തരാം. അതിനുശേഷം പുതിയ പദങ്ങൾ പരിചയപ്പെടാം. നിങ്ങളിത് നന്നായി വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.